അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോക്ടെയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം വെള്ളാപ്പള്ളി സാറിന്റെ പരിദേവനങ്ങളാണ്. ഏത് ഭാഗത്ത് നിൽക്കണം എന്ന കൺഫ്യൂഷൻ കുറച്ചു കാലമായിട്ട് വേട്ടയാടുന്നതിന്റെ ടെൻഷനാണ് അദ്ദേഹത്തിന്. നവോത്ഥാനത്തിനൊപ്പം നിൽക്കണോ ആചാരത്തിനൊപ്പം നിൽക്കണോ എന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ചില ദിവസങ്ങളിൽ നവോത്ഥാനത്തിനൊപ്പവും ചില ദിവസങ്ങളിൽ ആചാരത്തിനൊപ്പവും നിൽക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലൈൻ. ഏതായാലും സംഘപരിവാരം ആസൂത്രണം ചെയ്ത പുത്തരിക്കണ്ടത്തെ പരിപാടിയോട് വെള്ളാപ്പള്ളി സാറിന് എതിർപ്പാണ്. കാരണം മഹാഭൂരിപക്ഷം ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഒറ്റപ്പെട്ടതാണ്. ബാബു ഉണ്ടായിരുന്നില്ല, പട്ടികജാതിയിലെ സെൽകുമാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സെൽകുമാർ വന്നുകൊണ്ട് ഈ രാജ്യത്തെ ഈ 27% വരുന്ന അല്ലെങ്കിൽ 28% വരുന്ന ഈഴവരുടെ പ്രാതിനിധ്യമായോ? അതോടൊപ്പം ബാബു വന്നു. ആ ബാബു വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പട്ടികജാതിക്കാരുടെ 10% വരുന്ന പട്ടികജാതിക്കാരുടെ പ്രാതിനിധ്യമായോ? ബാക്കി കൂടിയവരെ നോക്ക്. രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ വെള്ളാപ്പള്ളി സാറിന് വെച്ചു കഴിഞ്ഞു. സംഘപരിവാരം ആ പെരുന്നയിലെ സാറിനെ റാഞ്ചി എടുത്തു കൊണ്ടുപോയതിന്റെ കലിപ്പുമുണ്ട് കുറേ. ഒരു കാര്യമുണ്ട്, ശബരിമല എന്ന് പറഞ്ഞൊരു വിഷയം തുടങ്ങി. അതുകൊണ്ട് എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു? അത് നമുക്ക് മനസ്സിലായില്ലേ. കാരണം ശബരിമല അല്ല പ്രശ്നം. ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ്. അപ്പോൾ ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കാനും രാഷ്ട്രീയമായി മുതലെടുക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ആ ഘട്ടത്തിൻ്റെ അന്ത്യമായിരുന്നു ആ സംഗമം. നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാരത്തിന് വെള്ളാപ്പള്ളി സാറിനെ അത്ര പ്രിയമില്ല. അവർക്ക് പെരുന്നയിലെ സവർണരെ മതി. അതാണ് പ്രശ്നം. ഹിന്ദുക്കളുടെ ഐക്യമാണ് അവിടെ പറയുന്നതല്ല. ഹിന്ദുക്കളുടെ ഐക്യമാണ് പറയുന്നതെങ്കിൽ ഈ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ ഞങ്ങളെല്ലാം ഹിന്ദുക്കളാക്കി കണക്കുകൂട്ടിയിട്ടുണ്ടോ? പട്ടികജാതിക്കാരനെ ഹിന്ദുക്കളായി കണക്കുകൂട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോഴും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ വേണ്ടത്ര പ്രാതിനിധ്യമോ പരിഗണനയോ അവകാശമോ തരുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങളൊന്നും ഹിന്ദുക്കളല്ല, ജന്തുക്കളാണ്. വെള്ളാപ്പള്ളി സാറിന് ഇതൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. പക്ഷേ എല്ലാവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണ്ടേ? എന്തിന് പരിവാരത്തിന്റെയും BJP-യുടെയും കാല് തിരുമ്പി നടക്കുന്ന സ്വന്തം മകനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ബാക്കി ഹിന്ദുക്കളായ അവരുടെ കൂടെ കിടപ്പുണ്ടല്ലോ. അവരില്ലാതെ ഈ 15% സർവാധിപത്യം ക്ഷേത്രങ്ങളിലെല്ലാം ഊട്ടി ഉറപ്പിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണോ ശരി? വേണ്ട, ഗുരുവായൂർ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുമാത്രം ആനയെ വളർത്തുന്നതാണ്. ഒരു ആനപ്പിണ്ടം വെറുക്കാനെങ്കിലും ഒരു പട്ടികജാതിക്കാരന് അവിടെ വെച്ച് ആനന്ദാണ് മനസ്സില്ലാത്തത്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാം ജാതി പറയുന്നതും ഞങ്ങളെല്ലാം ഈ ഇതിലെല്ലാം സഹകരിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ മാറുന്ന അത് പറയുന്നു. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടൊരു കാര്യം കാണണം. കണിച്ചുകുളങ്ങരയിലെ തമ്പ്രാനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ക്ഷേത്രങ്ങളുടെ കാര്യം വരുമ്പോൾ വെള്ളാപ്പള്ളി സാറും കൂട്ടരുമല്ല, തമ്പ്രാക്കന്മാർ വേറെയാണ്. ഇപ്പോഴും കുറേ ആളുകൾ തമ്പ്രാന്മാരും ഞങ്ങളെല്ലാം അടിയാന്മാരുമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിച്ചാൽ അതിനോട് സഹകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതിനൊരു സെൽമുകാരനെ കാണിച്ച് ഈഴവൻ്റെ എല്ലാം പ്രാതിനിധ്യവും അതിൽ ബാബുവിനെ കാണിച്ച് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ്റെ എല്ലാം പ്രാതിനിധ്യവും ഉണ്ടെന്ന് കാണിക്കുന്ന കൗശല ബുദ്ധി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ അറിയാമായിരുന്ന വെള്ളാപ്പള്ളി സാറാണ് പണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ഒരുമിപ്പിക്കാൻ നടന്നത്. അതിനുവേണ്ടി ഒരു പാർട്ടി വരെ രൂപീകരിച്ചു. എന്നിട്ടിപ്പോ എന്തായി? നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ളവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രമിച്ചവരാണ് ഞാൻ. അന്ന് മാറി നിന്നവരാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ പുണ്യാളന്മാരായി മാറുന്നത്. ഇതിൻ്റെ എല്ലാ ഗുണഭോക്താക്കളാക്കി അതോടൊപ്പം തന്നെ അവരാണ് ഇതിൻ്റെ ഒത്താതാവായി മാറില്ലേ. ഇത്രയും കൊല്ലം നായാടി തൊട്ട് നമ്പൂരിയുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വിഭാഗമുണ്ട്. അതിന് ആദർശം പറഞ്ഞ് ഭാരവെച്ച് മാറി നിന്ന് ആളുകൾ ഇന്ന് ഇതിന് സമയത്ത് ചാടി ഇതിൻ്റെ ഗുണഭോക്താവായി മാറി ഒറ്റയ്ക്ക്. സമയം വൈകിട്ടില്ല വെള്ളാപ്പള്ളി സാറേ. സ്വന്തം മകനോട് ആ BJP ബന്ധമൊക്കെ വിട്ടെറിഞ്ഞിട്ട് വരാൻ പറ. അതല്ലേ ഹീറോയിസം? അല്ലാതെ വെറുതെ എന്തിനാ തമ്പ്രാക്കളുടെ അടിമയാകുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ജനത്തെ ഇത്രയും ഫൂളാക്കാനുണ്ടാവും. ഈ രാഷ്ട്രീയക്കാരായ BJP-ക്കാരായാലും കോൺഗ്രസ്സുകാരായാലും ഒരേ സ്വരത്തിൽ ഈ ജഡ്ജ്മെന്റ് വന്നപ്പോൾ അവർ രണ്ട് കൈയും പൊക്കി ഇത് ഉത്തമമാണെന്നും തുല്യനീതി, സ്ത്രീ പുരുഷന് തുല്യനീതി എന്നുള്ള ആ ജഡ്ജ്മെന്റ്, സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെന്റിനെ അങ്ങേറ്റം സ്വാഗതം ചെയ്തതല്ലേ മിസ്റ്ററെ? എന്നിട്ട് ഇത്ര പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിനെ അല്ലെ മറവിയെ മുതലെടുത്തുകൊണ്ട് ഇന്ന്
അയ്യപ്പഗീതവും ഭജനയും പാട്ടും ആയിട്ടിറങ്ങിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മളൊക്കെ നമ്മുടെ മറവിയെ, ചെറിയ സമയം കൊണ്ട് നമ്മുടെ മറവിയെ ഹൈജാക്ക് ചെയ്ത് അവർ എവിടെ കൊണ്ടെത്തിച്ചു. എല്ലാവർക്കും ഉള്ളത് വെള്ളാപ്പള്ളി സാർ കൃത്യമായി വീതിച്ചു കൊടുക്കും. കോൺഗ്രസിനുള്ളത് കോൺഗ്രസിന്, ബി ജെ പിക്കുള്ളത് ബി ജെ പിക്ക്, സർക്കാരിനുള്ളത് സർക്കാരിനും കൃത്യമായി കൊടുക്കും. അവിടെയും ഇവിടെയും തൊടാതെ ഒരു കളി. നിങ്ങളൊന്ന് ആലോചിക്കണം, കേരള ഗവൺമെന്റിന് ഒരു അപജയവും പറ്റില്ല ഈ വിഷയത്തിൽ. കാരണം ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായാൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റ് അല്ല, ഏത് ഗവൺമെന്റ് ആണെങ്കിലും വന്നാൽ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ കടമ അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ കടമ ചെയ്യുമ്പോൾ അത് ചെയ്തില്ല എന്ന് വരാവുന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരെ പിന്നെ രണ്ടാമത് ഇവർ കോടതിയിൽ നിന്ന് കമന്റ് ഉണ്ടായി, പിന്നെ പിറ്റേ ദിവസം പ്രക്ഷോഭം, ഇവർ രാജിവെക്കണമെന്ന് പറഞ്ഞായിരിക്കും. BDJS എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചതിന്റെ ക്ഷീണം സാറിന് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് മേലാൽ ഇനി പാർട്ടിക്കാരോട് കൂടാൻ ഞങ്ങളില്ലേ എന്നാണ് വെള്ളാപ്പള്ളി സാർ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് SNDP യോഗം ഇനി ഒരു ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു പൊതു ധാരണയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പലപ്പോഴും പല തെറ്റും കുറ്റമൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് പറ്റിയിട്ടുണ്ട്. BJPക്കാർ തന്ന ഹെലികോപ്റ്റർ വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഒരു സംഘടന SNDP യോഗം ഒരു രാഷ്ട്രീയ കക്ഷികളോടും BJPയോടും വിരോധം വേണ്ട, കോൺഗ്രസിനോടും മമത വേണ്ട, അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും വിരോധം വേണ്ട, എല്ലാവരോടും നമുക്ക് ഒരു പ്രത്യേക മമതയോ വിദ്വേഷമോ പുലർത്താതെ. ഇടവേളയ്ക്ക് ശേഷം സെൻ കഥകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് ആളുകളൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും ഇന്ന് എല്ലാവർക്കും അത് നല്ലൊരു കാര്യമായിരുന്നു എന്ന് മനസ്സിലായല്ലോ. പറഞ്ഞു വരുന്നത് നമ്മുടെ സെൻകുമാർജിയുടെ കാര്യമാണ്. സെൻകുമാർജിയെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിന്റെ കാരണം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പുത്തരിക്കണ്ടത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ വർഗീയ പ്രസംഗം മാത്രം മതിയല്ലോ ആശാന്റെ നന്മ മനസ്സിലാക്കാൻ. മുഖ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് പഴയ DGPയെ സംഘിത്തരം അന്നേ മനസ്സിലാക്കി. അത് മനസ്സിലാകാത്ത ചെന്നിത്തലാജി സെൻകുമാർ സാറിന് ജയ് വിളിച്ചുകൊണ്ടും ഇരുന്നു. നമ്മളിപ്പോൾ കേഴുന്നത്, കരയുന്നത് നുള്ള അവകാശങ്ങൾ വേണമെന്ന് മാത്രമാണ്. വേണ്ട, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഭൂരിപക്ഷത്തിനും വേണം എന്ന് മാത്രം. ഈ ഒരു വരി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ എഴുതി വെച്ചാൽ. എന്തൊരു നല്ല പ്രസംഗം. ഇദ്ദേഹം DGP ആയിരുന്ന കാലത്തും ആളുകളെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ കണ്ടിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ കേരളത്തിലെ സംഘപരിവാർ നേതാക്കളെല്ലാം സെൻജിയുടെ മുന്നിൽ തോറ്റുപോയി. ഇതുപോലൊരു വിദ്വേഷ പ്രസംഗം നടത്താൻ സമയത്ത് ഇന്ത്യയിൽ 90% ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന സോകാൾഡ് ഹൈന്ദവരായിരുന്നു. അന്ന് വെസ്റ്റ് പാകിസ്ഥാനിൽ 28% ഈ ഇവിടുത്തെ ഭൂരിപക്ഷമായ അവിടെ ന്യൂനപക്ഷമായിരുന്നു. ഇന്നത്തെ ബംഗ്ലാദേശിൽ 33% ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന പീഡനങ്ങൾക്കും എല്ലാം പീഡനങ്ങളാണ്, എന്നും പീഡനങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾ ഇല്ലാതായി 9% നിന്ന് 21% കുറഞ്ഞു. പാകിസ്ഥാനിൽ 28% നിന്ന് 1% വർദ്ധിച്ചു. ബംഗ്ലാദേശിൽ 33% നിന്ന് 4% വർദ്ധിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ലോകത്ത് മറ്റൊരു രാജ്യവുമില്ല ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിന്റെ അവകാശം കൊടുക്കാത്തത്. അത് ഒരു വാചകം നമ്മുടെ ഭരണഘടനയിൽ ആവശ്യമാണ്. ഈ ബുളുവായിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയുന്നത്, നമ്മുടെ ഭരണഘടന തിരുത്തണം എന്നാണ് സാർ പറഞ്ഞു വരുന്നതിന്റെ സാരം. എന്നിട്ട് പഴയ മനുസ്മൃതിയെ നമ്മുടെ ഭരണഘടനയാക്കണം. ബ്രാഹ്മണാധിപത്യം തിരികെ കൊണ്ടുവരണം. ഈ സംവരണവും സോഷ്യലിസവും കാരണം ബ്രാഹ്മണരുടെ കാര്യം കഷ്ടമായി പോയി എന്നും സാർ പരിതപിക്കുന്നു. കേരള ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്ന നമ്പൂതിരി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വിഭാഗം മാത്രമാണ്. കേരള ജനസംഖ്യയുടെ 0.5% പോലും ഇല്ലാതിരുന്നവരാണ്. ഏതായാലും ജനാധിപത്യ ഗവൺമെന്റ് വന്നിട്ട് ഒരു കാര്യം സാധിച്ചു. എന്താണ്? ദളിതനെ ആ ബ്രാഹ്മണന്റെ തലത്തിലേക്കോ അവന്റെ ഭൗതിക തലത്തിലേക്കോ ഉയർത്തുകയല്ല ചെയ്തത്. ആ ബ്രാഹ്മണര് എന്താണ് കേരളത്തിലെ സവർണ മേധാവിത്വത്തിന്റെ ഏറ്റവും ഉച്ചുങ്ക പിരമിഡിന്റെ ഏറ്റവും മുകളിലിരുന്നവര് പിടിച്ച് താഴെ കൊണ്ടുവന്ന് ദളിതരെക്കാളും താഴ്ന്ന സാമ്പത്തിക നിലയിലാക്കാനായിട്ടുള്ള സോഷ്യലിസം നടപ്പിലാക്കി. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. ഈ സെൻകുമാർ സാറിനെയാണ് പണ്ട് ചെന്നിത്തലാജി തേനും പാലും കൊണ്ട് മൂടിയത്.
DGP സ്ഥാനത്ത് നിന്നും പുറത്താക്കിയപ്പോൾ എന്തായിരുന്നു ചെന്നിത്തലാജിയുടെ സങ്കടം? ഇപ്പോഴാണല്ലോ ആ ബന്ധത്തിന്റെ അർത്ഥം മനസ്സിലായത്. അല്ല, ഗവൺമെന്റിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരമുണ്ട്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ UDF ഗവൺമെന്റ് LDF ഗവൺമെന്റ് കാലത്ത് നിയോഗിച്ചിരുന്ന DGPയെ തുടരാൻ അനുവദിക്കുകയാണ്, ശ്രീ ജേക്കബ് പുന്നൂസിനെ തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതവരുടെ ഗവൺമെന്റ് തീരുമാനമാണ്. ഏതായാലും ശ്രീ സെൻകുമാർ വളരെ സമർത്ഥനായ സെൻകുമാർ സാർ ഒരു സംഘപരിവാർ ബന്ധുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചെന്നിത്തലാജി അന്ന് സപ്പോർട്ട് ചെയ്തത്, അതോ അറിയാതെയാണോ? ഇത്തരം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവൊക്കെ ആയിരിക്കുന്നത് നാണക്കേടല്ലേ ചെന്നിത്തലാജി? നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരള സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ശ്രീ സെൻകുമാറിനോട് ചെയ്തത്. UDF ഗവൺമെന്റ് കാലത്ത് LDF വെച്ച ജേക്കബ് പുന്നൂസിനെ തുടരാൻ അനുവദിച്ചതാണ്. ഈ ഗവൺമെന്റ് വന്ന 6 ദിവസത്തിനുള്ളിലാണ് സെൻകുമാറിനെ DGP സ്ഥാനത്തു നിന്ന് മാറ്റിയത്. തികച്ചും സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള, അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന സെൻകുമാറിനെ പോലൊരു ഉദ്യോഗസ്ഥനെ മാറ്റിയത് നീതിപൂർവമല്ല എന്നാണ് രാജ്യത്തെ പരമോന്നത കോടതി. അവർ കർമ്മനിരതരാണ്. നമ്മുടെ കൃഷ്ണദാസ് ജീത നിരാഹാരം കഴിഞ്ഞ് പോരാട്ടത്തിന് തിരിച്ചെത്തിയിരിക്കുന്നു. ആദ്യം മുഖ്യമന്ത്രിയെ 2 പറഞ്ഞേക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കവലച്ചട്ടമ്പികളെ പോലെ തരം താഴുന്നത് കേരളത്തിന് അപമാനകരമാണ്, ഒപ്പം അപകടകരവുമാണ്. നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാം പിന്നെ മാലാഖമാരുടെ കുടുംബക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. കേരളത്തിലെ ആധ്യാത്മിക ആചാര്യന്മാര്, സന്യാസി സമൂഹം തെരുവിൽ കെട്ടിയ ചെണ്ടയാണെന്നും ആർക്കും കൊട്ടാൻ പറ്റുന്ന തെരുവിൽ കെട്ടിയ ചെണ്ടയാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ നേതൃത്വവും കരുതേണ്ട. ആധ്യാത്മിക ആചാര്യന്മാർ അവരുടെ വില കളയുന്ന പരിപാടി ചെയ്താൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ലേ കൃഷ്ണദാസ് ജി? അതിനിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലുള്ള നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ നേതൃത്വവും സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കലല്ലേ? അതിന് പഴയ പോലെ ആളെ കിട്ടുമോ? അകത്തായവരെ പുറത്തിറക്കാൻ കാശിന് വേണ്ടി ബക്കറ്റ് വിരി നടത്തുകയല്ലേ? അതായത് സംഘടിതമായ പ്രതിഷേധം ഉണ്ടാവും. ഭക്തജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധം അത് അഹിംസയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തെ, പ്രതിഷേധത്തെ, പ്രതികരണത്തെ നേരിടാൻ LDF സർക്കാരും CPM-ഉം തയ്യാറാകേണ്ടി വരും. ആ മാണി സാറിനെ മുന്നണിയിലേക്ക് തിരിച്ചെടുത്തതേ ഉള്ളൂ, അതാ പ്രശ്നം തുടങ്ങി. ആ രാജ്യസഭാ സീറ്റ് കൊടുത്ത് വയറ് നിറച്ചതും പോരാ, അവർക്ക് 2 ലോക്സഭാ സീറ്റും വേണമത്രേ, കോട്ടയവും ഇടുക്കിയും. ഇതൊരുമാതിരി വേലിയിലിരുന്ന പാമ്പിനെ തോളത്തെടുത്തു വെച്ചതുപോലെയായി. തർക്കമേ ഉണ്ടാകില്ല. പ്രാഥമികമായി നടന്ന ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു എന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് സീറ്റ് വിഭജനം നടക്കും. ഒരു പ്രശ്നവുമില്ലാതെ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം അടുത്ത 2 ആഴ്ചകളിൽ കൂടി. കഴിഞ്ഞ ദിവസം UDF-ൽ വെച്ച് കേരള കോൺഗ്രസ് പാർട്ടി 2 സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. നിശ്ചയത്തിന് അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളൂ അല്ലേ? എന്താ അത്ര സംശയം? ഞങ്ങൾ കുടുംബക്കാരാ. മുരുക്കം വീട്ടുകാർ പറഞ്ഞ മാതിരി ചെയ്യുന്നവരാ. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ, മുന്നണിക്ക് അതൊരു പാരമ്പര്യമുണ്ട്. ഒരു പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പിടിച്ചെടുക്കാൻ, സീറ്റുകൾ തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അപ്രമാദിത്വം കാണിച്ച് ഏതെങ്കിലും സീറ്റുകൾ കൈക്കലാക്കാൻ ഇന്ന് വരെ ജനാധിപത്യ മുന്നണിയിൽ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല, കീഴ്വഴക്കം ഉണ്ടായില്ല. അതിന്റെ കീഴ്വഴക്കം അനുസരിച്ച് സമാധാനപരമായി ഈ സീറ്റ് വിഭജനം പൂർത്തീകരിക്കും. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം UDF-ലെ ബഹുമാനായ വർക്കിംഗ് ചെയർമാൻ തന്നെ അത് ചോദിച്ചിരുന്നത്, നമ്മൾ മുന്നോട്ട് വെച്ചത്, കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചത് കോട്ടയവും അതിനുശേഷം നമ്മൾ ഇടുക്കിയും. രേണുകയുടെ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, അറിയാലോ. ധ്വനി മനസ്സിലായി. എടാ ചെറ്റേ, സ്ത്രീധനമായിട്ട് നനയ്ക്കാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാടാ കടം ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച്? ബെഹനാൻജി എന്തൊരു ദാനധർമ്മിഷ്ഠൻ. കേരള കോൺഗ്രസ് ചോദിച്ചാൽ ഇപ്പൊ കൊടുക്കും സീറ്റ്. ആ രാജ്യസഭാ സീറ്റ് കൊടുത്തതിന്റെ പേരിൽ കോൺഗ്രസിനകത്തുണ്ടായ പുകില് ഇതുവരെ തീർന്നിട്ടില്ല. ഞങ്ങൾ ഒരു സീറ്റും വിട്ടുകിട്ടണമെന്ന് കോൺഗ്രസ് പറയുന്നില്ല. ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ആവശ്യം. ഒരു സ്ഥലത്ത് വിട്ടുകൊടുക്കുന്ന വേറെ സ്ഥലത്ത് കിട്ടണമല്ലോ. അപ്പൊ ഒരു സീറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗികമായ ചർച്ച തുടങ്ങിയിട്ടില്ല.
ഔദ്യോഗികമായ ചർച്ച തുടങ്ങുന്നതിന് മുമ്പിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും ഒരു ഔദ്യോഗികമായ ചർച്ചയുടെ ടേബിളിൽ വരുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടും. അത് കൃത്യമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി അത് നമ്മൾ പല പ്രാവശ്യം പാർട്ടി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോട്ടയം സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സീറ്റ് എന്നുള്ള കോട്ടയം സീറ്റ് ആയിരിക്കും. അതിന് പുറമെ അത് ചോദിച്ചിട്ടുണ്ട്, അത് ഇടുക്കി സീറ്റാണ്. വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങണമല്ലോ. ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയിലാണ് അങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നത്. അപ്പോൾ ആലോചിക്കും ഞങ്ങൾ. ഇല്ല, അതിനെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞത് ഒരിക്കലുമില്ല. വളരെ വ്യക്തമാക്കി അത് പാർട്ടി ചെയർമാനും അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യം. പക്ഷേ ജോസ് മോൻ രണ്ടും കൽപ്പിച്ചിറങ്ങി കഴിഞ്ഞു കേട്ടോ. ജാഥയും പരിപാടിയും ഒക്കെ ആയി സീറ്റ് ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയെയും ബലപ്പെടുത്തുവാനായിട്ട് എന്ത് പരിപാടികൾ മുന്നോട്ട് പോകണം എന്നുള്ളത് കഴിഞ്ഞ ഒരു 2 മാസക്കാലം മുമ്പ് പാർട്ടിയുടെ ചരൽക്കുന്നിൽ വെച്ച് ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമേ തന്നെ അവിടെ തന്നെ നമ്മൾ ഈ യാത്രയുടെ കാര്യം നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. തീർച്ചയായും മറ്റ് യാത്രകളൊക്കെ അവരുടേതായ കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും. UDF-ൽ ഒരു ആശയക്കുഴപ്പവുമില്ല. ആ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ യൂത്ത് ലീഗ് അവിടെ യാത്ര നടത്തി, പദയാത്ര നടത്തി. കഴിഞ്ഞ ദിവസം UDF തന്നെ അവരുടെ സർക്കിളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യാത്ര വരുന്നുണ്ട്. UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അതുപോലെ UDF-ന്റെ നേതാക്കന്മാർക്ക് അതിന്റെ ലെറ്റർ പോയി. മുഴുവൻ പിന്തുണയും ഉണ്ടാകണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.